ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. സത്യത്തിൽ ഇന്ന് നാട്ടിലുണ്ടായ പല വികസനങ്ങളുടെയും പിറകിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ദിശാബോധം നൽകുന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിച്ച മാധ്യമ പ്രവർത്തകരുടെ സിഗ്നേച്ചർ ഉണ്ട് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ചടങ്ങിൽ പറയാം. മാധ്യമ പ്രവർത്തകൻ എന്നും സമൂഹത്തിന്റെ നിർമ്മാതാവാണ്. നമ്മുടെ ഫാറൂഖ് പരിധിവരെ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം മികച്ച ഫോട്ടോഗ്രാഫറായി, അല്ലേ? പക്ഷെ ഇന്ന് കാലം മാറുകയാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാലം. ഞാൻ ഇന്നലെ ദേശാഭിമാനിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു തൃശ്ശൂർ. ദേശാഭിമാനിയുടെ തൃശ്ശൂർ യൂണിറ്റിന്റെ 25ാം വാർഷികമായിരുന്നു. അപ്പൊ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നു. അതില് മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് എന്നെയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പത്രപ്രവർത്തകരോട് ആയിട്ട് അറിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്, എനിക്കറിയില്ല. ഏതായാലും വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ശ്രീ സഖാവ് MA ബേബി ആയിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തമാശ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചന്ദ്രികയിൽ ചേരുന്ന സമയത്ത് ആളുകൾ, അന്നത്തെ മുതിർന്ന ആളുകൾ പറയുന്ന ഒരു തമാശയാണ് ഈ പത്രങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണത്തെ കുറിച്ചുള്ള ഒരു രസകരമായ സംഗതിയാണ്. അപ്പൊ അന്നൊക്കെ ഈ ഞങ്ങളൊക്കെ വരുമ്പോഴേക്ക് DTP ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അച്ച് പെറുക്കി വെച്ചിട്ടായിരുന്നു, അച്ച് പെറുക്കി വെച്ചിട്ടായിരുന്നു പ്രിന്റ് ചെയ്യാം. അപ്പോ അന്ന് ചന്ദ്രികയും ദേശാഭിമാനിയും തമ്മിലാണ് അന്നും ഭയങ്കര ആത്മബന്ധം. കാരണം ഈ അക്ഷരങ്ങൾ പലപ്പോഴും തീർന്നു. അപ്പൊ അപ്പുറത്തെ പത്രത്തിൽ നിന്നാണ് കടം വാങ്ങുന്നത്. ആ കട ഏറ്റവും കൂടുതൽ ഞങ്ങൾ വാങ്ങിയത് ദേശാഭിമാനിയിൽ നിന്ന്. അപ്പൊ അവിടെ തീരെ ആവശ്യമില്ലാത്ത ഒരു അക്ഷരമാണ് സാ എന്നുള്ളത്. കാരണം സമുദായം എന്നുള്ള സാധനം അവിടെ ആവശ്യം. അതുകൊണ്ട് ഈ ദേശാഭിമാനി സാ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങൾക്കാണെങ്കിലോ സാ മാത്രമാണ്. എന്നാൽ ഇവർക്കാണെങ്കിൽ ഈ വർഗബോധം എന്നുള്ള സാധനം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തീരെ അപ്പൊ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ ഈ മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ ഈ മാധ്യമങ്ങളെല്ലാം നമ്മളൊരു കൂട്ടമാണ്. നമ്മളിപ്പോ ചന്ദ്രികയ്ക്ക് ജോലി ചെയ്യുന്ന ആളും, ദേശാഭിമാനിക്ക് ജോലി ചെയ്യുന്ന ആളും, മാധ്യമത്തിന് ജോലി ചെയ്യുന്ന ആളും, മനോരമക്കും മാതൃഭൂമിക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ചെയ്യുന്ന ജോലി ഒന്നാണ്.